ഇന്ന് ഐശുവിന് പരീക്ഷ തുടങ്ങുകയാണ്. പതിവ് പോലെ ഐശുവിനെ ആദ്യം പഠിപ്പിച്ച കാർത്തികാംസിനെ വിളിച്ചു അനുഗ്രഹം വാങ്ങി. അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്നതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഐശുവിൻ്റെ ഒപ്പം തന്നെയുണ്ട്. പരീക്ഷയ്ക്ക് മാർക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കത് കുഴപ്പമല്ല. ഏറ്റവും നല്ലൊരു സ്വഭാവത്തിനുടമയായൊരു കുട്ടിയായി ഐശുവിനെ മാറ്റണമെന്നാണ് ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പളിനോട് പോലും പറഞ്ഞിരിക്കുന്നത്. വീടിനും നാടിനും രാഷ്ട്രത്തിനും ഉപകാരിയായ ഒരു വ്യക്തിയായി അവൾ വളർന്നു വരണം. വീഴ്ചകളും താഴ്ചകളും ജീവിതത്തിൽ വരുമെന്നും അവയിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഞാൻ ഐശുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കിളിക്ക് അമ്മക്കിളി പറക്കാനും ഇര തേടാനും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ മാർഗനിർദ്ദേശം കൊടുക്കുമ്പോഴും പറക്കമുറ്റുമ്പോൾ ഒരു പട്ടം കണക്കെ സ്വതന്ത്രമായി പറന്നുയരാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രമായി പറക്കുന്ന ആ പട്ടത്തിൻ്റെ ചരട് എപ്പോഴും എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കണമേ എന്ന പ്രാർത്ഥന മാത്രമാണുള്ളത്.